മോൾ ചേച്ചിയെ ആ ഡോലോരിക്ക് എത്ര കിട്ടിയുള്ളേ? ആ ആ ഇത് മതി. ആ ഉള്ളതാവട്ടെ, അവൻ്റെ ഒരു ആഗ്രഹമല്ലേ, അച്ചാറിട്ട് കൊടുക്കാം. ആ ഈ പറഞ്ഞാല് ഗൾഫുകാരൻ എന്തിയേ വന്നിട്ട് കണ്ടില്ലല്ലോ സോണിച്ചനെ. ആ അവൻ വന്നത് പറഞ്ഞില്ല, ഇവിടെ നിൽക്കുന്നതും ഒന്നും അറിയുന്നില്ല. വന്നത് തന്നെ ആരോടും പറയാതെ സർപ്രൈസ് എന്നും പറഞ്ഞ് എങ്ങനെ കയറി വന്നത്. പിന്നെ ഇവിടെ വന്നിട്ട് ആ ഒരു വീട് പണി നടക്കണതിൻ്റെ പെരപ്പുറത്ത് കയറി നിൽപ്പ. എന്തോ ചെയ്യാനായിട്ടാ. ഇന്ന് ഈ പ്രാവശ്യം ഇവിടെ വന്നിട്ട് എൻ്റെ കൊച്ചിനെ എനിക്ക് അരികത്തിരിക്കാൻ കിട്ടിയില്ല. ആ മോൻ പറഞ്ഞായിരുന്നു അവൻ ബാങ്കിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടെന്ന്. ബാങ്കിൽ നിന്നോ? ആ കയ്യിലുള്ള എല്ലാം തീർന്നു കാണും. വല്ല ലോണിന് അപേക്ഷിക്കാൻ വല്ലതും പോയതായിരിക്കും. ഓ മനസമാധാനത്തോടെ നടന്ന ചെറുക്കനല്ലേ അവൻ. പെണ്ണ് കിട്ടിയാൽ പിന്നെ എല്ലാം കണക്കാന്നേ. ആ ശരിയാ. ഇത് എവിടെയാടാ നിന്റെ അമ്മ? എത്ര നേരമായി എവിടെയെങ്കിലും പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അണിഞ്ഞൊരുങ്ങൽ തന്നെ അണിഞ്ഞൊരുങ്ങൽ. മോതിരിട്ടില്ലല്ലോ നിങ്ങള്. ഈ മാലയൊക്കെ ഇവിടുന്ന് നമ്മുടെ ബന്ധുക്കാരും ഉള്ള നാട്ടുകാരൊക്കെ എന്നാ പറയണത്, നമ്മളൊരു വീട് വെച്ച് ആകെ അവരങ്ങ് നശിച്ച് നാറാണക്കളെടുത്ത് എന്നാ അങ്ങനെ എടുത്തിട്ടില്ല. ഇതേ എൻ്റെ കൂട്ടുകാരിയുടെയാ കേട്ടോ. പക്ഷെ ഇപ്രാവശ്യം എല്ലാവരോടും ഞാൻ പറയാം, നിങ്ങൾ ഇപ്രാവശ്യം കൊണ്ടുവന്നാൽ 10 പവനുണ്ടെന്ന് പറയണം. ബാക്കി ആരെങ്കിലും ചോദിക്കും അയ്യോ എനിക്കൊന്നും അറിയത്തില്ല എന്നൊന്നും പറഞ്ഞേക്കരുത്. വണ്ടി എടുവാ. പൊന്നെ ഈ പെണ്ണിന്റെ ഒരു ബുദ്ധി. അയ്യോ ചായ കൊച്ചിന്റെ ചെയിൻ ഇട്ടില്ല നമ്മള്. ഒന്നും മിണ്ടായിരിക്കട്ടെ, ഇത് തന്നെ ഓവറാ.